PR ഫുഡ് ട്രാവലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം കാണാനാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും പുലർച്ചെ 4:30 തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. നല്ല തണുപ്പാണ്. അപ്പോൾ അതൊക്കെ ആ തണുപ്പൊക്കെ ആസ്വദിച്ചിട്ട് ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനാണ് വന്നത്. എന്തായാലും ഈ വളരെ മനോഹരമായിട്ടുള്ള അതിപ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള രഥോത്സവം ഇവിടെയാണ് നടക്കാറുള്ളത്. ഒരുപാട് ഐതിഹ്യങ്ങൾ ഉള്ള ഒരു ക്ഷേത്രം ആണ് ഈ പുരി ജഗന്നാഥ ക്ഷേത്രം. ഇതിൻ്റെ വാസ്തുശില്പം തന്നെ വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞതാണ്. ഒരുപാട് കഥകൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കേൾക്കാം. വളരെ വിശാലമായിട്ടുള്ള രഥോത്സവം നടക്കുന്ന രാജവീതിയാണിത്. നൂറ്റാണ്ടുകളോളം ആയിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടുത്തെ രഥോത്സവം. വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ക്ഷേത്രങ്ങളൊക്കെ കണ്ട് അതിൻ്റെ ചുറ്റുഭാഗമുള്ള ഈ ഒരു കാഴ്ചകളും കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റുകൾ, ഇവിടുത്തെ ഭക്ഷണ രീതികളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഒരു മത്സ്യ മാർക്കറ്റാണ്. പഴയ രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ നാടിനെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ മത്സ്യം വിൽക്കുന്ന രീതി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ ഇവിടുത്തെ മത്സ്യം കട്ട് ചെയ്യുന്ന ഒരു രീതി തന്നെ ഒരു വളഞ്ഞ കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ലെവലിലാണ് ഇത് കട്ട് ചെയ്യണത്. ഒരു ട്രഡീഷണൽ മാർക്കറ്റാണിത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാം. പിന്നെ നമുക്ക് അവിടുന്ന് കണ്ട് ഒരുപാട് തരം മത്സ്യങ്ങൾ നമുക്കിവിടെ കാണാം. അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഇവിടുത്തെ ലോക്കൽ ഫുഡുകൾ എന്തൊക്കെയാണ്, ഇവിടുത്തെ മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ് അങ്ങനത്തെയൊക്കെ നമുക്ക് കാണാം. നല്ല നല്ല അടിപൊളി തണുപ്പും കൊണ്ട് ഈ ഒരു റോട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് വളരെ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പച്ചക്കറി, പഴം, പൂക്കളൊക്കെ വിൽക്കുന്ന രീതിയാണ് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാർ വന്ന് മേടിക്കുന്ന രീതിയാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത്. അപ്പോൾ അവിടുത്തെ തട്ടുകടകൾ, അതുപോലെ തന്നെ ഇവിടെ സ്വീറ്റ്സുകൾ, ധാരാളം വ്യത്യസ്തമായ സ്വീറ്റ്സ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു പുരി മേഖല. അപ്പോൾ നമുക്ക് ആ പച്ചക്കറികൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് നടക്കാം. ഇതിപ്പോൾ നമ്മൾ കയറിയിട്ടുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന ഒരു കടയാണത്. ഏകദേശം ഒരു 100ഓളം വർഷം പഴക്കമുണ്ട് ചോദിച്ചറിയാൻ സാധിച്ചത്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കടയാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു പൂരി ടൈപ്പ് ഭക്ഷണവും അതിൻ്റെ കൂടെ ഇവിടെ തന്നെ ട്രഡീഷണലായിട്ട് കിട്ടുന്ന ഒരു പേടമായിട്ടൊരിതും കൂട്ടി അവിടുത്തെ ഒരു പയർ കറി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഇലയിലാണ് നമുക്ക് കിട്ടുക. എന്തായാലും ഒരു വല്ലാത്തൊരു രുചിയാണ്, ഒരു അനുഭവം തന്നെയാണ് ഈ ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളത് അവിടുന്ന് അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുരിയിലെ രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പുരിയിൽ നമ്മൾ പകലുള്ള കാഴ്ച നമ്മൾ രാവിലെ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാത്രി എന്തൊക്കെയാണ് ഇവിടുത്തെ കടകൾ, ഇവിടുത്തെ വീതികൾ എങ്ങനെയൊക്കെയാണ്, ഇവിടുത്തെ എന്തൊക്കെയാണ് കാര്യങ്ങൾ കാണാം എന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് നമ്മൾ വീഡിയോ കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് പുറം കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് ഇത് ഇന്നത്തെ ഈ ഒരു മനോഹരമായിട്ടുള്ള പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. Sitaram.